ഫ്രണ്ട്സ്, NPCCയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നത്, അതായത് നാഷണൽ പ്രോജക്ട്സ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ, അതായത് ഒരു കേന്ദ്ര സർക്കാർ സംരംഭമാണ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് എഞ്ചിനീയർ എന്ന് പറയുന്ന തസ്തിലേക്കാണ്. അപ്പോൾ ഇതിലേക്ക് എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്കൂടെ കാണാം, നാഷണൽ പ്രോജക്ട്സ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. അപ്പോൾ അത് വന്നിരിക്കുന്നത് മെയ് 29 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം. നിങ്ങൾക്കൂടെ കാണാം സൈറ്റ് എഞ്ചിനീയർ. നമുക്കിതിൽ 6 വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. 6 വേക്കൻസിയിലേക്ക് നമുക്ക് യാതൊരുവിധ അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. കണ്ടോ, യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് കൺസൾട്ടേറ്റഡ് പേയ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് 33,780 ആണ് നിങ്ങൾക്ക് മന്ത്ലി പേയ്മെൻ്റ് ആയിട്ട് ലഭിക്കുക. ദെൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണ്. ഈ പറയുന്ന സിവിലിൽ നിങ്ങൾക്ക് എന്താണ് എഞ്ചിനീയറിംഗ് ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊരു BTech ഈ പറയുന്ന സിവിൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ നമുക്ക് മെഡിക്കൽ അലവൻസ്, പിന്നെ PF കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കമ്പനി. പിന്നെ അതിലേക്ക് നമുക്ക് ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അതായത് 31/5/2024 നിങ്ങൾക്ക് 40 വയസ്സിൻ്റെ ഉള്ളിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, മാക്സിമം ഏജ് ലിമിറ്റ് 40 ആണ്. 40 കഴിയാൻ പാടില്ല. പിന്നെ SC ST OBC ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന നിശ്ചിതമായുള്ള റിസർവേഷനും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ OBC ആണെങ്കിൽ 43, SC ST ആണെങ്കിൽ 45 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അതിനവർക്ക് നിശ്ചിതമായുള്ള സെൻട്രൽ ഗവൺമെൻറ് ഫോർമാറ്റിലുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റിംഗ് ലൊക്കേഷൻ നമുക്ക് ഇവിടെ ആയിരിക്കും ഒഡീഷ, അതായത് സൗത്ത് ഈസ്റ്റ് സോണാണ് വിളിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാനയിലൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ 6 വേക്കൻസി ഉണ്ട്. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നുമില്ല. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സൈറ്റ് എഞ്ചിനീയർ സിവിൽ എന്ന് പറയുന്നതാണ് തസ്തികയുടെ പേര്. അപ്പം അതിൽ ജനറൽ 3, OBCക്ക് 2, SCക്ക് 1 ഇങ്ങനെയാണ് റിസർവേഷൻ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു അപേക്ഷാ ഫോം ഉണ്ട്. അപേക്ഷാ ഫോം ഞാൻ കാണിക്കാം. ആ അപേക്ഷാ ഫോം നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മൾ പോസ്റ്റലായിട്ടാണ് അയച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി ജൂൺ 21 മുൻപ് നമുക്ക് ഇതാണ് അഡ്രസ്സ്. ഫുൾ അഡ്രസ്സ് ഇവിടെയാണ്. ഇത് സോണൽ മാനേജർ എന്നായിട്ട് കാണാം, NPCC ലിമിറ്റഡ്. നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ഈ അഡ്രസ്സ് മൊത്തം എഴുതണം കേട്ടോ. നിങ്ങൾ ഈ അഡ്രസ്സാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ഈ അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. പോസ്റ്റലായിട്ട് നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റായിട്ട് അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ അഡ്രസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു എൻവലപ്പിൽ ഇട്ടിട്ട് നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ ഫോട്ടോസ്റ്റാറ്റ് വെക്കണം കേട്ടോ. നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെച്ചാലും മതി. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിഗ്രിയുടെ, അതായത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ്റെ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ SSLCയുടെ എല്ലാം ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ എന്നിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് SC ST OBC ഒക്കെ റിസർവേഷൻ കിട്ടണമെങ്കിൽ അതായത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ എന്ത് വേണം, ആ ഒരു സെൽഫ് അറ്റസ്റ്റ് ഫോട്ടോ കോപ്പി കൊണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ വെച്ച് നമ്മൾ ഈ ഒരു അഡ്രസ്സിൽ അയച്ചു കൊടുക്കേണ്ടത്. യാതൊരുവിധ അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കേണ്ട എന്നുള്ളതാണ് മറ്റൊരു ബെനിഫിറ്റ്. ലാസ്റ്റ് അവിടെ എത്തേണ്ട ലാസ്റ്റ് ഡേറ്റ് 21 ജൂണിൻ്റെ മുൻപായിട്ട് ഈ പറയുന്ന അഡ്രസ്സിൽ എത്തിയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ, ഒഡീഷയിൽ. അപ്പം ഇനി എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങൾ വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഫോം ഡൗൺലോഡ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ നോട്ടിഫിക്കേഷനിലാണ് ഫോം ഉള്ളത്. താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് അപേക്ഷാ ഫോം. ഇതിൽ നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കുക. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ ഏത് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആ പോസ്റ്റ് നെയിം കൂടെ കൊടുക്കുക. ഓക്കെ, അതായത് നിങ്ങൾക്കൂടെ പോസ്റ്റ് നെയിം ഇതിലുണ്ട്. ഇതാണ് പോസ്റ്റ് നെയിം വരുന്നത് കേട്ടോ. സൈറ്റ് എഞ്ചിനീയർ സിവിലാണ്. അപ്പോൾ നമ്മൾ സൈറ്റ് എഞ്ചിനീയർ സിവിൽ ഇവിടെ എഴുതി കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ സൈറ്റ് എഞ്ചിനീയർ സിവിൽ നമ്മൾ എഴുതി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ പേര്, ഇതൊക്കെ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ളൊരു ഫോമാണ് കേട്ടോ. അതിൽ വലിയ നമുക്ക് സംശയങ്ങളുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകും തോന്നുന്നില്ല. സിമ്പിളായിട്ടുള്ള ഏതൊക്കെ ലാംഗ്വേജസ് അറിയാം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് കൊടുക്കുക കേട്ടോ. ഏതൊക്കെ ലാംഗ്വേജ് അറിയാം ആ ലാംഗ്വേജ് ഇവിടെ എഴുതാം. എന്നിട്ട് നിങ്ങൾക്ക് റീഡ് റൈറ്റ് അറിയാമെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൽ കൊള്ളുന്ന കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് സ്കെയിൽ വെച്ച് നല്ല നീറ്റായിട്ട് വരച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇത് നമുക്കിവിടെ മിസ്സിംഗ് ആണ്. സ്കെയിൽ വെച്ച് നീറ്റായിട്ട് വരച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഓരോ കോളം റോ വരച്ചിക്കുക. അതിനുശേഷം നമ്മുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ നിങ്ങൾ SSLC മുതൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അതിൻ്റെ ഫില്ല് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ സിമ്പിളായ ഫോണ്, സിഗ്നേച്ചർ ഇതാണ്. ഇതൊക്കെ വേണം നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് എവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്ന ഒരു ലിങ്ക് തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സൈറ്റിലേക്ക് നിങ്ങൾ വരിക. NPCC കൂടെ കാണാൻ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകാം. ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഈ നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഈ ഭാഗം നല്ല രീതിയിൽ പ്രിൻ്റ് എടുക്കുക കേട്ടോ. ഓക്കെ, 2 പേജാണ് വരിക. ഓക്കെ, then അതിന് ശേഷം നമുക്ക് SC ST OBCൻ്റെ ഒക്കെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് നമ്മൾ RRBൻ്റെ ഒക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റിലൊക്കെ ഒരു സംശയം അങ്ങനെയുള്ളവർ കാണാം. ദെൻ ടെലഗ്രാം ചാനൽ, വാട്സപ്പ് ചാനലൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭാവിയിൽ അതൊക്കെ കാര്യങ്ങളൊക്കെ അതിലേക്ക് സെറ്റായിട്ട് വരും. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. താങ്ക് യു.